പയ്യന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ നേതൃത്വത്തിൽ പെരളം UP സ്കൂളിൽ അഗ്നിസുരക്ഷാ ക്ലാസും മോക്ക് ഡ്രില്ലും സംഘടിപ്പിച്ചു. ഓഫീസർമാരായ രാഹുൽ PP, ലിജു PP, ലിജീഷ് തുടങ്ങിയവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. മോക്ക് ഡ്രില്ല് ഒരു പ്രാവശ്യം നടത്തിയതുകൊണ്ട് ഒരു കാര്യമില്ല. ഓരോ 3 മാസം കൂടുമ്പോൾ മോക്ക് ഡ്രില്ല് നടത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യ പ്രാവശ്യം ചെയ്യുമ്പോൾ കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. നമുക്ക് പരസ്പരം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാവാൻ പറ്റാത്തുണ്ടാവും. അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പം അങ്ങനെ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. അപ്പം ഇപ്പോൾ ഈ ഒരു ക്ലാസ് റൂമിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാനിപ്പോൾ ഈ പറഞ്ഞ അതേ സംഭവം തന്നെയല്ലേ ഇനി നടക്കാൻ പോകുന്നത് അല്ലേ? അല്ലാണ്ട് ആരെങ്കിലും ലൈനായിട്ട് ഇതിലെ ഇറങ്ങിപ്പോയിട്ട് പുറത്തു പോയി നിൽക്കുക ഇല്ല. എൻ്റെ കാര്യം എന്നുള്ള രീതിയിൽ മാത്രം ചിന്തിച്ചിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ആരെങ്കിലും മറ്റൊരു ചമർത്ത് കയറിയിട്ടെങ്കിലും പുറത്തെത്താൻ വേണ്ടി നോക്കും ഇല്ലേ? നിങ്ങൾ എത്ര ഇല്ല എന്ന് പറഞ്ഞാലും അങ്ങനെ ചെയ്യുക. അപ്പൊ അതല്ല അതിൻ്റെ കറക്റ്റുള്ള വഴി. ആ വഴിയാണ് നമ്മൾ ഈ മോക്ക് ഡ്രില്ലിലൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ നിങ്ങളിപ്പോൾ UP അത് കഴിഞ്ഞ് ഹൈസ്കൂളിലെത്തുമ്പോഴും നമുക്ക് മോക്ക് ഡ്രില്ലുണ്ട്, ഹയർ സെക്കൻഡറിയിലും മോക്ക് ഡ്രില്ലുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഓരോ മോക്ക് ഡ്രില്ല് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു യഥാർത്ഥ ഒരു സംഭവം നടക്കുമ്പോൾ അതിനെ നമുക്ക് പെട്ടെന്ന് പ്രതികരിക്കാൻ വേണ്ടി പറ്റും. ഒരു അപകടത്തിന്റെ ആദ്യത്തെ 5-6 മിനിറ്റിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും ആ അപകടത്തിന്റെ അളവ്. നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ അപകടത്തിന്റെ അളവ് കൂടും. അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അപകടത്തിന്റെ അളവ് കുറയും. അപ്പൊ അങ്ങനെയുള്ള അപകടങ്ങൾ വരാതിരിക്കാനും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു സംഭവമാണ് നമ്മൾ ഈ മോക്ക് ഡ്രില്ലിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ ഒരു ക്ലാസ് റൂമിൽ ഒരു തീപിടുത്തം ഉണ്ടായി നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ ആൾക്കാർ രക്ഷപ്പെടണം. എങ്ങനെ രക്ഷപ്പെടണം? രക്ഷപ്പെട്ട് എവിടെ പോയി നിൽക്കണം, അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഓർഡറാണ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി എന്തെങ്കിലും ഒരു അപകടം നിങ്ങളുടെ സ്കൂളിൽ ഏതെങ്കിലും ഒരു ക്ലാസ് റൂമിൽ പറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാവരും ഒത്തൊരുമിച്ച് വേണം പുറത്തേക്ക് വരാൻ. അല്ലാണ്ട് ഞാൻ ആദ്യം രക്ഷപ്പെട്ടിട്ട് എൻ്റെ കാര്യം എനിക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അല്ല ചെയ്യേണ്ടത്. നമ്മളെ ക്ലാസ്സിൽ എല്ലാവരും രക്ഷപ്പെടണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മോക്ക് ഡ്രില്ല് നമ്മൾ നടത്തുന്നത്. മനസ്സിലായോ? ഇപ്പോൾ രാവിലെ മുതൽ ലിജു സാറ് കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ അടുത്ത ഒരു ക്ലാസ്സിൽ വിശദമായിട്ട് പറയും. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ഈ ഒരു ക്ലാസ് കേട്ട് ഇരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ രണ്ടുപേരും പഠിച്ചൊരു സ്കൂളിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഇരട്ടി മധുരം എന്ന് പറയാം.